ഈ കാണുന്നതാണ് മീഡിയ കൺവെർട്ടർ. നിങ്ങൾ പലപ്പോഴും ഈ ഒരു മീഡിയ കൺവെർട്ടർ കാണാനിടയാവും. നിങ്ങളൊരു ടെക്നീഷ്യനാണ്, നിങ്ങളൊരു സൈറ്റിൽ പോകുമ്പോൾ ഒരു മീഡിയ കൺവെർട്ടർ കാണാനിടയാവും. അതായത് ഇത് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ മീഡിയ കൺവെർട്ടറാണ് ഇരിക്കുന്നത്. അതായത് റാക്കിൽ ചെല്ലുമ്പോൾ നമ്മൾ മീഡിയ കൺവെർട്ടറാണ് കണ്ടേക്കുന്നതെങ്കിൽ അവിടെ മിക്കവാറും ഒരു ലീസ് ലൈൻ കണക്ഷൻ ആവാം. ലീസ് ലൈൻ കണക്ഷനാണ് ഉണ്ടാക്കുക. അതായത് അറിയാമല്ലോ നമുക്ക് ലീസ് ലൈൻ കണക്ഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നേരിട്ട് ഡയറക്റ്റ് ആ ഒരു കസ്റ്റമർക്ക് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ലീസ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ISP പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻ്റർനെറ്റ് സർവീസ് വരെ നേരെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മീഡിയ കൺവെർട്ടർ ഉപയോഗിക്കുന്ന മീഡിയ കൺവെർട്ടർ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് വരുന്ന നേരെ വരുന്ന ഫൈബർ, ആ ഫൈബർ നേരെ ഒരു മീഡിയ കൺവെർട്ടറിലോട്ട് കയറും. അതായത് അവിടെ റൗട്ടറിൽ മോഡത്തിൽ കയറുന്നതിന് പകരം നേരെ ആ ഒരു ഫൈബറിൽ കയറുകയും ആ ഫൈബറിൽ നിന്ന് നേരെ ഒരു എഥർനെറ്റ് കേബിൾ വഴി നേരെ അവിടെ നിന്നൊരു റൗട്ടറിൽ വരും. മോഡമല്ല, ഒരു റൗട്ടറിൽ വന്നിട്ട് ആ റൗട്ടറിൽ നിന്നായിരിക്കും ഈ സ്വിച്ച് ഉണ്ടെങ്കിൽ സ്വിച്ച് വെച്ചിട്ടാണെങ്കിൽ ആ ഡിവൈസുകളിലോട്ട്, അതായത് നമ്മുടെ ലാൻഡ് നെറ്റ്വർക്കിലോട്ട് കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു മീഡിയ കൺവെർട്ടർ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു ലീസ് ലൈൻ കണക്ഷൻ ആയിരിക്കും, ഒരു സ്റ്റാറ്റിക് IP ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്, IP ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതിന് DHCP, അതായത് ഒരു മോഡം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫൈബറിനെ ആ ഒരു കോപ്പർ കണക്ഷനിലായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് മീഡിയ കൺവെർട്ടർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് മോഡം ചെയ്യുന്നത്. പക്ഷേ ഈ മീഡിയ കൺവെർട്ടറിൽ നമ്മൾ മോഡമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു DHCP സെർവർ ഇതിനകത്തില്ല. അതായത് DHCP റൺ ചെയ്യുന്നില്ല. DHCP റൺ ചെയ്യുന്നത് റൗട്ടർ വേണം. അതായത് ഇതിൽ നിന്ന് ഫൈബറായിട്ട് വരുന്ന ഈ ഒരു കണക്ഷൻ ഈ ഒരു എഥർനെറ്റ് കേബിൾ വഴി ആ ഒറ്റ IP തന്നെയാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ ആ റൗട്ടറിൽ ആ ഒരു സ്റ്റാറ്റിക് IP നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യും. ആ കോൺഫിഗറേഷൻ ചെയ്തിട്ടാണ് അവിടെ നിന്നാണ് ഈ റൗട്ടറിലുള്ള ആ ഒരു DHCP റൺ ചെയ്തിട്ടാണ്, ഈ DHCP സെർവർ റൺ ചെയ്തിട്ടാണ് ഇതിനെല്ലാം ആ ഒരു IP ലഭിക്കുന്നത്. ഇത് നമ്മുടെ ലാൻഡിൽ വരുന്ന എല്ലാ ഡിവൈസുകൾക്കും IP ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മീഡിയ കൺവെർട്ടർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു റൗട്ടർ ഉണ്ടാവും. നമ്മുടെ ഒരു ഹോം സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്ട്രക്ചറിലാണെങ്കിൽ ആ ഒരു റൗട്ടർ അവിടെ എന്തായാലും ഉണ്ടാവും. അവിടെ വെച്ചിട്ടായിരിക്കും എന്നാലും അവർക്ക് ആ ഒരു ഡിവൈസുകൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരു സ്ട്രൈറ്റ് ത്രൂ വരുന്നതാണ് ആ ഒരു നെറ്റ്. അത് നോർമലി ആ ഒരു ലീസ് ലൈൻ കൊടുക്കുമ്പോഴൊക്കെയാണ് നോർമലി ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നോർമലി ഉണ്ടാവാറില്ല. ഓഫീസുകളിലൊക്കെ ഈ ഒരു മീഡിയ കൺവെർട്ടർ കാണുന്നപ്പോഴാണ് അവിടെ നിന്ന് നേരെ ആ ഒരു റൗട്ടറിൽ വന്നിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൺവെർട്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഫൈബർ നേരെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഫൈബറിൻ്റെ പിറ്റേൽ നേരെ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും, മീഡിയ കൺവെർട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു SFP പോർട്ട് ഉണ്ടാവും. ഇതൊരു SFP പോർട്ട് ഉണ്ട്. അത് 10 GB-യുടെയും 1 GB-യുടെ ഒക്കെ SFP പോർട്ടുകളുണ്ട്. SFP പോർട്ട് വഴിയും മീഡിയ കൺവെർട്ടറിൽ കണക്ട് പല തരത്തിലുള്ള മീഡിയ കൺവെർട്ടർ ഉണ്ട് കേട്ടോ. കൺവെർട്ട് ചെയ്തിട്ട് അതുവഴിയാണ് നമുക്ക് ആ ഒരു എഥർനെറ്റ് കേബിൾ വരുന്നത്. ഇത് കൺവെർട്ട് ചെയ്യുന്നത് രണ്ട് തരത്തിൽ കൺവെർട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് ലാൻഡ് കേബിളിൽ നിന്ന് ആ ഒരു ഫൈബറിലോട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യാം, നേരെ തിരിച്ച് കൺവെർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഈ ഒരു മീഡിയ കൺവെർട്ടർ അല്ലാത്ത പക്ഷം, ഇപ്പോൾ ഒരു ക്യാമറ ടെക്നീഷ്യനാണ് നിങ്ങളെങ്കിൽ അല്ലാത്ത പക്ഷം മീഡിയ കൺവെർട്ടർ ഉപയോഗിക്കുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു നല്ലൊരു ലെങ്ത്തിൽ കിലോമീറ്ററുകളോളം നമുക്ക് മീഡിയ കൺവെർട്ടർ ഉപയോഗിച്ച് നമുക്ക് ഫൈബർ വലിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇതൊരു 2 കിലോമീറ്റർ നമുക്ക് കേബിൾ വലിക്കണം, അല്ലെങ്കിൽ 1 കിലോമീറ്റർക്ക് വലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് സൈഡിലും ഇതുപോലത്തെ ഒരു മീഡിയ കൺവെർട്ടർ വെച്ചാൽ മതിയാവും. അതായത് ഇവിടെയും നമ്മളൊരു മീഡിയ കൺവെർട്ടർ വെക്കാം, അതുപോലെ തന്നെ ഇവിടെ ഒരു മീഡിയ കൺവെർട്ടർ വെച്ചിട്ട് നമ്മൾ അതിനെ സ്പ്ലൈസ് ചെയ്ത്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കണക്ഷൻ എടുക്കേണ്ട സ്ഥലത്ത് നിന്ന്, അതായത് ഇവിടുന്ന് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, ഇവിടെ ഒരു മോഡം ഉണ്ട്, അവിടുത്തെ കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്വിച്ച് ആണെങ്കിൽ അവിടുന്ന് നേരെ നമ്മൾ ആ ഒരു കണക്ഷൻ എടുത്തിട്ട് ഈ ഒരു മീഡിയ കൺവെർട്ടർ കൊടുക്കും. ഓക്കെ, അതായത് മീഡിയ കൺവെർട്ടർ ഫോർ എക്സാമ്പിൾ അവിടെ ഇരിക്കുന്ന മീഡിയ കൺവെർട്ടർ ഇതാണെങ്കിൽ ആ ഒരു മോഡത്തിൽ നിന്ന് നേരെ ഇവിടെ, അതായത് ഈ ഒരു എഥർനെറ്റിൽ നമ്മൾ ആ ഒരു കണക്ഷൻ ഇൻ ചെയ്യും, അത് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇവിടുന്ന് ഫൈബർ, അതായത് അതിൻ്റെ ഇപ്പുറത്തുനിന്ന് ഫൈബർ വരും. ഫൈബർ കേബിൾ വന്നിട്ട് അതായത് ഇപ്പുറത്തെ എൻഡിൽ നിന്ന് നമ്മൾ ഫൈബറിൻ്റെ പിക്ടൈൽ കൊടുത്തിട്ട് അവിടെ നിന്ന് സ്ലൈസ് ചെയ്ത് ആ ഒരു ഫൈബർ കേബിൾ വഴി നേരെ, അതായത് ഇപ്പോൾ ഫൈബർ കേബിൾ ആയിരിക്കും, ഈ ഫൈബർ കേബിൾ നമ്മൾ ഈ 2 കിലോമീറ്റർ വലിക്കുകയും ഇവിടുത്തെ മീഡിയ കൺവെർട്ടറിലും അതുപോലെ തന്നെ ആ ഫൈബർ കേബിൾ വന്ന് കയറുകയും അതിന് തൊട്ടിപ്പുറത്തെ പോർട്ട്, അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് ഇവിടെ ഫൈബർ വന്ന് കയറുകയും അതിൻ്റെ തൊട്ടിപ്പുറത്ത് എഥർനെറ്റിൽ നിന്ന് ആ ഒരു കേബിൾ നേരെ എടുത്തിട്ട് അത് റൗട്ടറിലോട്ടോ സ്വിച്ചിലോട്ടോ കൊടുത്താലും എന്ത് സംഭവിക്കും, നമുക്ക് ഈ 2 കിലോമീറ്റർ ഇപ്പോഴും അല്ലെങ്കിൽ 1 കിലോമീറ്റർ ഇപ്പോഴുള്ള അതേ നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. ഇവിടെയും ആ ഒരു നെറ്റ്വർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്ത് ആ ഒറ്റ നെറ്റ്വർക്കിൽ തന്നെ ഈ കണക്ഷൻസ് നമുക്ക് കിട്ടും. ഇത് കിലോമീറ്ററിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ക്യാമറ ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ക്യാമറകൾ നമ്മൾ ഹോസ്റ്റലിൽ വലിക്കുമ്പോഴൊക്കെ ഇതുപോലെ മീഡിയ കൺവെർട്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ SFP പോർട്ടുള്ള സ്വിച്ചുകളും വരുന്നുണ്ട്. അപ്പോൾ മീഡിയ കൺവെർട്ടർ ഒഴിവാക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോർമലി മീഡിയ കൺവെർട്ടറിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. മീഡിയ കൺവെർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവെർട്ട് ചെയ്യുക, അതായത് ഫൈബറിനെ ഒരു കോപ്പറായിട്ട് കൺവെർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരെ തിരിച്ചും വൈസ വേഴ്സ കൺവെർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മീഡിയ കൺവെർട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു നെറ്റ്വർക്കിംഗ് രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മീഡിയ കൺവെർട്ടർ. പലതരത്തിലുള്ള മീഡിയ കൺവെർട്ടറുകളുണ്ട്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. അപ്പോൾ ഇതൊരു മീഡിയ കൺവെർട്ടറാണ്, ഓർത്തിരിക്കുക. ഇതാണ് മീഡിയ കൺവെർട്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ ഫിസിക്കലി ഇത്തരം ഡിവൈസുകൾ നിങ്ങൾക്ക് ഈ വരുന്ന ക്ലാസ്സുകൾ ഞാൻ കാണിച്ചു തരാം. കാരണം കൂടുതൽ ആൾക്കാരും നമ്മൾ ആ ഒരു പുസ്തകത്തിലായിരിക്കും കൂടുതൽ കണ്ടേക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പടമായിരിക്കും കണ്ടേക്കുന്നത്. ഇത്തരം ഡിവൈസുകൾ കാണൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരം ഡിവൈസുകളെക്കുറിച്ചും അടുത്ത ക്ലാസ്സുകളൊക്കെ ഞാൻ ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും എൻ്റെ ക്ലാസ്സുകൾ. ഓക്കെ.